നിമിഷവും എന്ത് സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ കര വ്യോമ നാവികസേനകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. UN സുരക്ഷാ സമിതിക്ക് മുന്നിലടക്കം പാകിസ്ഥാനെ തുറന്നു കാണിക്കാനും നയതന്ത്ര നീക്കങ്ങളിലൂടെ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും ഇന്ത്യക്കായി. ഇനി ഇന്ത്യ ആയുധമെടുത്ത് അടിക്കുമോ? ആ ചോദ്യമാകും പാകിസ്ഥാനുള്ളിൽ നാളെ ഉയരുക. ഇന്ത്യയുടെ ഈ സുരക്ഷാ തയ്യാറെടുപ്പ് പാകിസ്ഥാനെ ജാഗ്രതയുടെ മുൾമുനയിലെത്തിക്കും. അതിർത്തിയിലെ പ്രകോപനം തുടരണോ എന്നവരെ 3 വട്ടം ചിന്തിപ്പിക്കും. സുരക്ഷയിലും പ്രതിരോധത്തിലും ഇന്ത്യക്കൊപ്പം ഓടിയെത്തണമെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോഴുള്ള പടക്കോപ്പൊന്നും പോരാ. IMF വായ്പയിൽ ഓടുന്ന ആ രാജ്യത്തിന് അതൊട്ടും എളുപ്പവുമാകില്ല. ആയുധമെടുത്ത് പ്രഹരിക്കാതെ തന്നെ ശത്രുവിന് ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്ന ഇന്ത്യൻ തന്ത്രം തന്നെയാണിത്. യുദ്ധം ഒഴിവാകട്ടെ എന്ന ദേശീയ ലക്ഷ്യം തന്നെ നടപ്പാകട്ടെ എന്ന് RDXും ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാമിടയിലും കശ്മീരിൽ ആക്രമണ സാധ്യത ചൂണ്ടിക്കാട്ടി ഏപ്രിൽ 22-ന് 3 ദിവസം മുൻപ് ലഭിച്ച ഇന്റലിജൻസ് മുന്നറിയിപ്പ് പ്രധാനമന്ത്രിയും കേന്ദ്രവും കണക്കിലെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം പ്രസക്തമായി തന്നെ തുടരുകയാണ്.